എന്താ താത്ത അങ്ങനെ അന്തം വിട്ടിരിക്കണ്? ആ, ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. നീ ഇപ്പൊ എന്താ എണിക്കാൻ വൈകി? ഇന്ന് ജോലിക്ക് പോണില്ല? ഇന്ന് ഞായറാഴ്ച അല്ലേ താത്ത? ആ, പറയുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അല്ലേ? ഏതാ ദിവസം എന്നുള്ള ഓർമ്മയും കൂടി ഇല്ല. മനസ്സിൽ 100,000 പ്രശ്നങ്ങളല്ലേന്ന്. ആലോചിച്ചിട്ട് ഒരു എത്തും പിടി. പോയാ? അല്ലേ, ഞാൻ അങ്ങനെ വിചാരിക്കുകയായിരുന്നു. നമ്മുടെ ഈ പ്രാരാബ്ദമൊക്കെ തീർന്നിട്ട് ഏത് കാലത്തും ഒന്ന് നല്ലം പോലെയൊക്കെ ഒന്ന് ജീവിക്കാൻ പറ്റണമെന്ന്. മൂപ്പരുടെ സ്വഭാവം ശരിയില്ല. അതുകൊണ്ടാണ് ഇത്ര കാലമായിട്ട് നമ്മളൊന്നും കരപ്പിടിക്കാത്തത്. ആണുങ്ങളായാലേ കുറച്ചൊക്കെ കിട്ടിയ പെണ്ണുങ്ങളുടെ കൂട്ടം കേൾക്കണ്ടേ? ഇതെങ്ങനെയാണ്? അവൻ നോക്ക, നീ എന്താ പറയണ്? അതിനനുസരിച്ചിട്ട് നിന്റെ ഒപ്പം നിൽക്കണത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് നിന്റെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ജോലിക്ക് പറഞ്ഞയച്ചില്ലേ അവന്? ഞാനൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ മൂപ്പന് പിന്നാലെ നടന്ന് കെഞ്ചിയിട്ടുണ്ട്, എന്നെ എന്തെങ്കിലും ജോലിക്ക് പഠിപ്പിക്കുകയും പറഞ്ഞിട്ട്. 10ാം ക്ലാസ് കഴിഞ്ഞതും കെട്ടിക്കൊണ്ടുവന്നല്ലേ എന്നെ. എന്നിട്ട് പറഞ്ഞപ്പോൾ കേട്ടില്ല? എവിടെ കേൾക്കണ്? കേട്ടതാണെങ്കിൽ എനിക്കിപ്പോൾ ഇയാൾ പൂതിയും കൊണ്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാകുമോ? അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേ മൂപ്പര് എന്താ പറഞ്ഞതെന്ന് അറിയോ? നമ്മുടെ കുടുംബത്തിൽ പെണ്ണുങ്ങളൊന്നും പുറത്ത് പണിക്ക് പോയ ചരിത്രം ഉണ്ടായിട്ടില്ല എന്ന്. ഇപ്പം നീ എന്നെ നോക്കാം, നിനക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ നീ എന്നെ സ്വന്തം സമ്പാദിച്ചുണ്ടാക്കണില്ലേ? അതെന്തുകൊണ്ടാണ്? അവൻ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കും കൊണ്ടല്ലേ. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ 10 റുപ്യൻ്റെ കാശും ഉണ്ട്. എന്നിട്ടിപ്പോൾ ഈ കുടുംബത്തിന് വല്ലതും സംഭവിച്ചോ? ഇത് വല്ലതും എൻ്റെ മൂപ്പനത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ, ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതും പാടിയും കൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്നാലും ഞാൻ എൻ്റെ വിഷമം പറഞ്ഞു തീർത്തതാ. കുറേ മനസ്സിലിട്ട് വീർപ്പുമുട്ടുമ്പോഴേ ആരുടെ അടുത്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടുമല്ലോ പറഞ്ഞിട്ടേ. നിനക്കിപ്പോൾ തോന്നുന്നുണ്ടാവില്ലേ, എന്താ ഇപ്പം ഈ താത്ത കെട്ടിയ ആളിനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ കുറ്റം പറയണെന്ന്? ഞാൻ നിന്നെ ഒരു കൂടപ്പുറപ്പായിട്ട് കണ്ടിട്ട് പറയുക കേട്ടാ. അല്ലാണ്ട് ഇതൊക്കെ നാട്ടുകാർക്ക് പോയി പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ എന്നെ ജോലിക്കൊന്നും പറഞ്ഞയച്ചില്ലെങ്കിലും പോട്ടെ, മൂപ്പർ ചെയ്യുന്ന പണിയിലേ എവിടെയെങ്കിലും നല്ലപോലെ പിടിച്ചു നിന്നതാണെങ്കിൽ നമുക്ക് ഈ കടങ്ങളൊന്നും വരില്ലായിരുന്നേ. എവിടെ പോയാലും ഒട്ടില്ല. കൂടി പോയ 4-5 മാസം. അത് കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ കുറ്റം കണ്ടുപിടിച്ച് കൊണ്ടും ഇങ്ങോട്ട് വരും. ഒന്നുമില്ലെങ്കിൽ മുതലാളി ശരിയല്ലാന്നോ, അല്ലെങ്കിൽ കൂടെ പണിക്ക് നിൽക്കുന്നവർ ശരിയല്ലാന്നോ, ഇനി അതും അല്ലെങ്കിൽ ഭക്ഷണം ശരിയല്ലാന്നെങ്കിലും പറഞ്ഞിട്ട് വരും. തിരിച്ചു വരാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? നിനക്കറിയോ, എന്നെ ഇവർ പെണ്ണ് കാണാൻ വന്ന സമയത്തേ ഗൾഫിൽ എന്തോ സെറ്റപ്പ് പണി പറഞ്ഞിട്ടൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. 6 മാസം ഗൾഫിലാണെങ്കിൽ 3 മാസം ലീവ് ഉണ്ടാവും. അത്രയും നല്ല കമ്പനിയിലാണ് പണിയെടുക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴേ എൻ്റെ വീട്ടുകാർ അതിൽ വീഴുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായി. മൂപ്പര് എവിടെ പണിക്ക് പോയാൽ 6 മാസം നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് 3 മാസം വീട്ടിൽ ചൊറിയും കുത്തി ഇരിക്കുകയാണ് എന്ന്. ഒന്നും പറയണ്ട എൻ്റെ ഇവളേ, മനസ്സ് മുട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ എന്താ അറിയോ, കെട്ടിപ്പോയില്ലേ, 2 കുട്ടികളുമായി. നിവൃത്തിയില്ലാത്തതുകൊണ്ട് സഹിച്ച് ജീവിക്കുകയാണ്. ഉമ്മ എവിടെ? ഇതൊക്കെ കേൾക്കണാവോല്ലേ? ഉമ്മ കുളിക്കുക തോന്നുന്നുണ്ട്. ആ, ഉമ്മാക്കൊക്കെ എൻ്റെ സ്വഭാവം അറിയുകയൊക്കെ ചെയ്യുക. എന്നാലും ഞാൻ അതൊക്കെ നിൻ്റെ അടുത്ത് പറയുമ്പോഴേ 2 പെണ്ണുങ്ങളും കൂടിയിട്ട് എൻ്റെ മകനെ കുറ്റം പറയണമെന്നല്ലേ തോന്നുള്ളൂ. ഉം. അല്ല, നീനിത് നിന്റെ വീട്ടിലൊന്നും പോയി പറയണ്ട കേട്ടാ. ഞാൻ നിന്നെ ഒരു കൂടപ്പുറപ്പായിട്ട് കണ്ടിട്ട് പറയാണ്. ഞാനൊന്നും പറയില്ല താത്ത. ഇനിയിപ്പോൾ നോക്കാം, അടുത്ത ആഴ്ച എൻ്റെ മൂത്താപ്പൻ്റെ മകൻ്റെ കല്യാണമാണ്. കല്യാണത്തിന് മുമ്പ് കഴുത്തിലിടാനേ ഒരു മാലയും കൂടിയില്ല എനിക്ക്. അപ്പോൾ താത്താൻ്റെ സ്വർണ്ണമൊക്കെ എവിടെ? അതൊക്കെ പണ്ട് പണയം വെച്ചിട്ട് ഓരോ ബുദ്ധിമുട്ട് വരുമ്പോൾ കഴുത്തിൽ സ്വർണ്ണം ഇട്ടും കൊണ്ട് നടക്കാൻ സമ്മതിക്കുമോ? ഒക്കെ കൊണ്ടുപോയി പണയം വെച്ചു. കല്യാണം കഴിഞ്ഞ് കുറച്ചായപ്പോഴേക്കും തുടങ്ങി ഓരോന്ന് വാങ്ങിയിട്ട് പോകാനേ. ഇപ്പം അതാ ലാസ്റ്റ് ഈ പലചരക്ക് കട ഇടാനാ പറഞ്ഞിട്ട് കഴുത്തിലുള്ള തായ്മാലയും കൂടി കൊണ്ടുപോയി വിറ്റു. ഇനിയിപ്പോൾ ഈ കച്ചവടം എന്നാ എടുത്തിട്ടിട്ട് വരികയെന്ന് ആർക്കറിയാം. കല്യാണത്തിന് പോയ കുടുംബക്കാരൊക്കെ കണ്ടാലേ ആദ്യം നോക്കുക കഴുത്തിക്കും കാതിക്കുകയാണ്. അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് കല്യാണത്തിന് പോകേണ്ട മൂടേ ഇല്ല. താത്താക്കുന്ന എൻ്റെ കയ്യിലുള്ള സ്വർണ്ണം എന്തെങ്കിലും വേണോ? മാലയോ കമ്മലോ എന്താ വേണ്ടിച്ച് പോകുമ്പോൾ ചോദിച്ചാൽ മതി. അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലേ? അല്ല, അപ്പോൾ നിനക്ക് കല്യാണത്തിന് വരണ്ടേ? നിൻ്റെയൊക്കെ ഞാൻ ഇട്ടിട്ട് പോയി പറഞ്ഞാൽ നീ വരുമ്പോൾ എന്താ ഇടുക? എനിക്കിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല താത്ത. താത്താൻ്റെ കുടുംബത്തിലെ കല്യാണമല്ലേ, നിങ്ങൾ ഇട്ടിട്ട് പോയിക്കോളെ. എന്നെയൊക്കെ ഭാര്യ ശ്രദ്ധിക്കണം. എന്നാ ശരി. ഒക്കെ ഒന്നും വേണ്ട. നിനക്കുള്ളത് 1-2 മാറ്റി വെച്ചിട്ടേ ബാക്കിയുള്ളത് തന്നാൽ മതി. ആവോ, നീ തരാ പറഞ്ഞപ്പോൾ ഒരു സമാധാനം. ഇപ്പം അതാലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ടല്ലോ. ഇപ്പം ഡ്രസ്സും കൂടി എടുക്കണം. 2 ജോഡിയെങ്കിലും എടുക്കണ്ടേ എനിക്ക്?
കല്യാണ തലേന്നേക്കും കല്യാണത്തിനൊക്കെ ഇടാനായിട്ട്. ഇപ്പം അതിന് ഇക്കാനത്ത് പൈസ ചോദിച്ചാൽ എന്തൊക്കെ പറയണാവോ. ഇക്കാനീ പറഞ്ഞിട്ട് കാര്യമില്ല. കടയിൽ തീരെ കച്ചവടവും ഇല്ലേ. എനിക്ക് തന്നെ ഒരു നല്ലൊരു ഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 2000 ഉറുപ്പ്യെങ്കിലും വേണ്ടേ. എനിക്ക് മാത്രം എടുത്താൽ മതിയോ? കുട്ടികൾക്ക് എടുക്കണം, ഇക്കാക്ക് എടുക്കണം. ഒക്കെ കൂടി എടുക്കുമ്പോഴേക്ക് ഇക്കാൻ്റെ അടപ്പ് തീർക്കും. ഇക്കാനത്ത് ഇത് പറയാൻ തന്നെ എനിക്ക് പേടിയാവണു. അപ്പം അതിനിപ്പോൾ എന്താ കാട്ടുക? എൻ്റെ ഏതെങ്കിലും വേണമെന്നാ? എൻ്റെയൊക്കെ പാകമാകുമോ നിങ്ങൾക്ക്? പാകമൊക്കെ ആവുമായിരിക്കും. ഞാനത്ര വണ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ടേ പാകാകാണ്ടിരിക്കുകയൊന്നുമില്ല. ആ, എന്നാൽ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ച് നോക്കിയിട്ട് ഇട്ടോളി. ആ, എന്നാൽ അങ്ങനെ ചെയ്യാലേ. ഇനിയിപ്പോൾ കുട്ടികൾക്കല്ലേ നോക്കണ്ടുള്ളൂ. ഇക്കാക്കും അതെന്തെങ്കിലുമൊക്കെ കാട്ടട്ടെ. അല്ലാണ്ട് ഇപ്പോൾ ഒന്നുമില്ലാണ്ട് കാര്യം നടക്കുമോ? എനിക്ക് കിട്ടി പറയുമ്പോൾ തന്നെ വലിയ സമാധാനം. എന്തിന് രാവിലേക്ക് ഉണ്ടാക്കണ്? ആ, രാവിലേക്ക് ഇന്നലത്തെ കുറച്ച് മാവുണ്ട് തോന്നുന്നു ഫ്രിഡ്ജിൽ. ഒരു 5-6 ദോശയ്ക്കുള്ളതൊക്കെ ഉണ്ടാവും. ബാക്കി തികയാത്തത് പുട്ടും ഉണ്ടാക്കുക. ഉമ്മാക്ക് പുട്ട് പറ്റില്ലല്ലോ. ഉമ്മാക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുക. ആ, എന്നാൽ ഞാൻ പുട്ടിനുള്ള മാവ് കുഴയ്ക്കാം. വേണ്ടേ, ഇതൊക്കെ ഞാൻ ചെയ്യാം. നീ അങ്ങോട്ട് പോയിക്കോ. നീ ഇപ്പം ഇന്ന് ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഇതൊന്നും പണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. പോയി റെസ്റ്റ് എടുത്തോ. ഇവിടെ ഇപ്പം എനിക്ക് ചെയ്യാനുള്ള പണിയല്ലേ ഉള്ളൂ. ഏയ് അതൊന്നും കുഴപ്പമില്ല താത്ത, ഞാൻ ചെയ്യാം. വേണ്ട പറഞ്ഞില്ലേ. ഇങ്ങോട്ട് കാട്ടിക്ക. നീ അങ്ങോട്ട് പോയിക്കോ. പോയിക്കോ, ഞാൻ ചെയ്യാം. ആ പിന്നെ സമയം കിട്ടുമ്പോൾ ആ ചുരിദാർ പറഞ്ഞില്ലേ, അതൊക്കെ 1-2 ഒന്ന് എടുത്ത് വെക്കിട്ടാ. ആ, ഞാൻ എടുത്ത് വെക്കാം. 2 ജോഡി മതിയിട്ടാ. നല്ലത് ഏതാച്ചാ നോക്കി വെക്കി. ആ, 2 ചുരിദാർ നന്നായിട്ടുണ്ട് കേട്ടാ. ഞാനിപ്പോൾ ഇട്ട് നോക്കിയേ, ഒന്നും കാട്ടാനില്ല. പാകാണ് എനിക്ക്. ഇട്ടിട്ട് നിനക്കൊന്ന് കാണിച്ചു തരാ പറഞ്ഞ് നോക്കുമ്പോഴേക്കും നീ കുളിക്കാൻ കയറിയിരിക്കണോ. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. രണ്ടും നല്ല കളറും. ആ, താത്ത എന്നിട്ട് എവിടേക്കാ പോകാൻ നിൽക്കണ്? ആ, ഞാന് കടയിലേക്കൊന്ന് പോകാൻ പറഞ്ഞിട്ട് ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇക്കാക്ക് എങ്ങോട്ടോ പോകാണ്ടത്രേ. അപ്പോൾ അവിടെ ഒന്ന് ആളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ആളിൻ്റെ ആവശ്യമൊന്നുമില്ല, വലിയ കച്ചവടമൊന്നുമില്ല. എന്നാലും കട തുറന്നിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വിളിക്കുക. എന്നാ ഞാൻ പോട്ടെ ഏട്ടാ. ഞാൻ അങ്ങോട്ട് കാണാണ്ടായാലേ വിളിച്ച് ദേഷ്യപ്പെടുകയുള്ളൂ. ആ, ശരി. ആ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മക്ക് ചോറ് വിളമ്പി കൊടുക്കുക കേട്ടാ. അധികം നേരമൊന്നും വൈകാൻ നിൽക്കണ്ട. ഉമ്മ നേരത്തെ ഉണ്ണുപോയി. പാത്രം നിറച്ച് വിളമ്പും വേണ്ട. കുറച്ച് ഉണ്ണുള്ളൂ. പക്ഷെ കറക്റ്റ് സമയത്ത് കിട്ടണം. അതൊന്ന് ചെയ്യട്ടാ. ആ, എടുത്തു കൊടുക്കാം. ഉമ്മാൻ്റെ പറയുകയും ചെയ്യട്ടാ. ഇക്ക വിളിച്ചിട്ട് ഞാൻ പോയിന്ന്. ഇനി ഉമ്മാൻ്റെ കഴിയാന്നെന്ന് പറഞ്ഞാലേ നേരം വൈകുള്ളൂ. ഉമ്മ നിസ്കരിക്കുക തോന്നുന്നുണ്ട്. ഉം. ഉമ്മാക്ക് ചോറ് വിളമ്പട്ടെ? ആ, നേരം 1 മണിയായില്ലേ. എന്നാ വിളമ്പിക്കോ. ആ, കുറച്ച് വിളമ്പിയാൽ മതിട്ടാ. അല്ല, ജെസ്സി എവിടെ അപ്പോ? താത്തതാ കടയ്ക്ക് പോയിക്കണു. ഇക്ക വിളിച്ചിട്ടേ. താത്ത പോകുമ്പോൾ ഉമ്മ നിസ്കരിക്കായിരുന്നു. ഉമ്മാനത്ത് പറയാൻ പറഞ്ഞു. അതെ, കടയിൽ തിരക്കുണ്ടാവുമേ. അതായിരിക്കും പോകാൻ പറഞ്ഞിട്ടുണ്ടാവുക. ഉച്ച നേരമായി നല്ല തിരക്കാണ് കടയിൽ. എന്നാൽ ഒരാളെ നിർത്താൻ പറഞ്ഞാൽ കേൾക്കൂല്ല. എല്ലാം കൂടി അവനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സഹിക്കണില്ലേ. അവനെ കുറ്റം പറയാൻ പറ്റില്ല. അവനക്ക് ഒരാളെ നിർത്തണം എന്നൊക്കെ ഉണ്ട്. അതിന് ഇവള് സമ്മതിക്കണ്ടേ. ഞാൻ ഒരാളെ കൂലിക്കും കൂടി നിർത്തി പറഞ്ഞാൽ കിട്ടണേന്ന് അയാൾക്കും കൂടി കൊടുക്കണ്ടേ പറഞ്ഞിട്ടേ ഒരു പിശുക്കത്തിയാണ്. എന്താ നീ ഇങ്ങനെ അന്തം വിട്ടുകൊണ്ട് നിൽക്കണ്? ഏ, അല്ല, താത്ത രാവിലെ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നേ. അവരിപ്പോൾ നല്ല ബുദ്ധിമുട്ടിലാണ്. താത്താൻ്റെ സ്വർണ്ണമൊക്കെ ഇക്ക കൊണ്ടുപോയി വിറ്റു. ഇക്ക എവിടെയും പണിക്ക് നിൽക്കില്ല. ഇപ്പം ലാസ്റ്റ് കട ഇട്ടതിൽ കച്ചവടവും ഇല്ല എന്നൊക്കെ കുറേ ബുദ്ധിമുട്ട് പറഞ്ഞായിരുന്നു. ഇപ്പം ദാ ഉമ്മ കടയിൽ നല്ല തിരക്കാണെന്നും പറയണു. എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ആ, അത് നീ കാര്യമാക്കാൻ നിൽക്കണ്ട. അതതിൻ്റെ സ്വഭാവമാണ്. എത്ര ഉണ്ടെങ്കിലും ഇല്ലപ്പാട്ട് പാടിയില്ല പറഞ്ഞാൽ അതിന് സമാധാനം കിട്ടില്ല. ആ, കുറച്ച് കാലത്തിന് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലയെന്ന് പറയുന്നില്ല. അവരുടെ കല്യാണം കഴിഞ്ഞ സമയത്തേ അതിന് ശേഷം അവൻ ഗൾഫിൽ പോയപ്പോൾ അവിടെ പണി ശരിയാകാണ്ടും ശമ്പളം കിട്ടാണ്ടൊക്കെ നല്ല ഇടങ്ങറായിട്ട് നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നത്. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു പണി ശരിയാവാണ്ടൊക്കെ നല്ല ഇടങ്ങറായി. അതിൽ കുറേ കടവും വന്നു. ഇപ്പം ഈ കട ഇട്ടേ പിന്നെ വലിയ തിരക്കേടില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആദ്യത്തെ കടമൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് വീട്ടിൽ വരുന്നുണ്ട് തോന്നണു. അവളുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചതൊക്കെ എടുത്തിക്കണോ. ഉണ്ടെങ്കിൽ അവൾ ഇടൂല്ലേ. എന്താ പെടാത്ത്?
പേടിച്ചിട്ട്. പേപ്പർ തുറന്നാ കാണുന്നത് അങ്ങനത്തെ വാർത്തകളല്ലേ. ഓരോരുത്തരുടെ മാല പൊട്ടിച്ചിട്ട് പോയി, കാലത്തെ കമ്മല് കിട്ടാൻ വേണ്ടിയിട്ട് ചെവി അടക്കറുത്തിട്ട് പോയി എന്നൊക്കെ കേൾക്കുമ്പോ ആരായാലും പേടിക്കില്ലേ? ഇവിടെയും വെക്കലില്ല തോന്നണു. ഒക്കെ ലോക്കറിലാ തോന്നണുണ്ട്. ഇതൊന്നും അവള് എന്റെടുത്തും പറയില്ലാട്ടാ. അവൻ പറയണതാ ഞാന്. ഇന്നാള് എവിടെയോ കല്യാണത്തിന് പോകുമ്പോ അവള് കഴുത്തിലൊന്നും ഇടാണ്ട് കണ്ടപ്പോ അവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടാർന്നു. ഇല്ലാത്ത സമയത്ത് ഇടാണ്ട് പോണത് പോട്ടെ. ഇള്ള സമയത്ത് ഇള്ള സ്വർണ്ണം ലോക്കറിൽ കൊണ്ടുപോയി വെച്ചിട്ട് കഴുത്തിലൊന്നും ഇടാണ്ട് പുറത്ത് പോണ ആള് നീയന്നെ ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട്. എന്നിട്ട് അവൾക്ക് എൻ്റെ മുഖത്തൊക്കെ നല്ല നാണക്കേടുണ്ടായിരുന്നു. അവൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടാവോ പറഞ്ഞിട്ടേ. ഞാൻ പിന്നെ അറിഞ്ഞ പാവൊന്നും നടിച്ചില്ല. ഇങ്ങനെയല്ലേ പാട്ട് പാടും തന്നെ ഉള്ളേ. ഒരു പാവാണ്. ഉം. അല്ല നീ ഇനി ഇതൊന്നും അവളുടെ അടുത്ത് പോയി ചോദിക്കാൻ നിക്കണ്ടാട്ടാ. നീ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ്. എന്താപ്പ നിന്റെ അടുത്ത് ഇതൊക്കെ മറച്ചു വെക്കാനുള്ളത് പറഞ്ഞിട്ട്. ഹേയ്, പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞാ അവള്? എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും? ഉമ്മാനെ പറ്റിയിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. കൂടുതൽ ഇക്കാന്റെ കാര്യങ്ങളാ പറഞ്ഞത്. ഇക്കാന്റെ ഓരോ പരാതികൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു. താത്താനെ പഠിപ്പിച്ചില്ല, താത്താക്ക് പഠിച്ച് നല്ല ജോലി വാങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോന്നേ. അത് കേട്ടപ്പോൾ എനിക്ക് പാവം തോന്നി. ഞാനിങ്ങനെ ജോലിക്ക് പോണ കാണുമ്പോഴേ താത്താക്കും പോണമെന്നുണ്ട് തോന്നണു. ഇക്ക സമ്മതിക്കാത്തതുകൊണ്ടാണ് അടുക്കളപ്പണി ചെയ്തുകൊണ്ട് ഇങ്ങനെ കഴിയേണ്ടി വരുന്നതെന്ന് പറഞ്ഞ കേട്ടപ്പോഴേ സങ്കടം തോന്നി. അങ്ങനെ പറഞ്ഞ അവള് എൻ്റെ മകൻ പഠിപ്പിച്ചില്ല എന്നൊക്കെ. ആ, എന്തേ? ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയാൻ നിന്നാലേ അവളെ ഞാൻ നിൻ്റെ അടുത്ത് കൊച്ചാക്കിയ പോലെയാവും. എന്നാലും എൻ്റെ മകൻ പഠിപ്പിച്ചില്ല പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് പഠിക്കാൻ വയ്യാത്തത് എൻ്റെ മകൻ്റെ കുറ്റമല്ലല്ലോ. ഇപ്പം നീ ജോലിക്ക് പോയിട്ടേ നീ സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ അവൾക്കും തോന്നുന്നുണ്ടാവും, അന്ന് അവൻ പറഞ്ഞ പോലെ പഠിച്ചാൽ മതിയായിരുന്നു, എന്നാൽ അവൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടാവുമെന്ന്. വെളിയേച്ച് വലിയ ജോലിക്കാരിയും അവൾ ഇവിടുത്തെ അടുക്കള പണിയും ചെയ്യുന്ന ആളാകുമ്പോഴേ നീ അവളിനെ ചെറുതായി കാണുമെന്നുള്ളൊരു തോന്നലും ഉണ്ടാവും. അതായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് അങ്ങനെയൊന്നുമില്ലമ്മ. ആ, അതെനിക്കറിയാം. ഇനി അത് ഉണ്ടാകാൻ പാടുമില്ല കേട്ടാ. അവൾ ഇവിടുത്തെ മൂത്ത മരുമകളാണ്. അതിൻ്റെ സ്ഥാനം നീ എപ്പോഴും അവൾക്ക് കൊടുക്കണം. നിന്റെ മാപ്പിളിൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ടല്ല, നിന്റെ കൂടപ്പുറപ്പായിട്ട് തന്നെ കാണണം അവളിനെ. നമ്മൾ ഒരാളിനെ എങ്ങനെയാ കാണുന്നത് അതുപോലെ തന്നെ അവർ നമ്മളെ തിരിച്ചും കാണുള്ളൂ. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുമ്പോൾ അവർ നമുക്കും സ്നേഹം തരും. നിങ്ങൾ രണ്ടാളും നല്ല പോലെയൊക്കെ കഴുകി അത് കണ്ടാൽ മതി എനിക്ക്. വർത്താനം പറഞ്ഞ് നേരം പോയില്ലേ. നീ പോയിട്ടേ രണ്ടുപേര് ചോറ് വിളമ്പിക്കുക. കഴിച്ചിട്ട് കുറച്ചു നേരം കിടക്കട്ടെ ഞാൻ. ആ.